ഇസ്ലാമാബാദ് ചാവേർ ആക്രമണത്തിൽ മരണം 69 എന്നാണ് വാർത്ത. 169 പേർക്കാണ് പരിക്കേറ്റത്. പാകിസ്ഥാൻ പാർലമെന്ററി കാര്യമന്ത്രി താരിഖ് ഫസൽ ചൌധരി ആക്രമണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിനീത VG ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ ഒരു സംഭവത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട മനുഷ്യജീവനുകളുണ്ട്. അതിൽ ഒരു പാർലമെന്റിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതിലൊന്നും ഒതുങ്ങുന്നതല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹാഷ്മി. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രിയുടെ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു ഭീരുത്വപരമായിട്ടുള്ള ഒരു നടപടിയാണെന്നും ഇത്തരം സംഭവങ്ങളിലൊന്നും രാജ്യത്തിന്റെ മനോവീര്യം കെടുത്താൻ കഴിയില്ല എന്നുമൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാകിസ്ഥാൻ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നതിൽ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇതിൽ പങ്കുണ്ട തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അഫ്ഗാനിസ്ഥാനും ഈ ആരോപണങ്ങളെ പാടെ തള്ളുകയാണ്. സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മറ്റുള്ളവരെ പഴിചാരുന്നത് നല്ലതിനല്ല, അത് നല്ല കാര്യമല്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മരണസംഖ്യ, ഈ ചാവേർ ആക്രമണത്തിലുണ്ടായ മരണസംഖ്യ 69 ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 169 പേർക്കാണ് ഈ ചാവേർ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ പലരും ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ചിലർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇമാംബർഗിലെ ഷിയ പള്ളിയിൽ ഈ ആക്രമണം ഉണ്ടാകുന്നത്, ചാവേർ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പള്ളിയിൽ നിസ്കാരത്തിനായൊക്കെ ആളുകൾ എത്തുന്ന സമയമായിരുന്നു, പ്രാർത്ഥനയ്ക്കായി നിരവധി ആളുകൾ എത്തിയ സമയമായിരുന്നു. ഈ സമയത്താണ് അക്രമി ഈ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് ഈ പള്ളി കവാടത്തിൽ ഇയാളെ തടയുകയും പരിശോധനയ്ക്കും മറ്റുമായിട്ടാണ് തടഞ്ഞതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് അയാൾ സ്വയം പൊട്ടിത്തെറിച്ചത്. ആദ്യഘട്ടത്തിൽ നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകുമ്പോൾ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. 30 പേർ മരിച്ചു എന്ന കണക്കാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു, 69ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതാണെങ്കിലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, വിനിത, പിന്നിൽ ഇപ്പോഴും മഞ്ഞങ്ങോട്ട് മാറുന്നില്ല. മഞ്ഞാണോ പുകമഞ്ഞാണോ, എന്താ അവസ്ഥ? ഹാഷ്മി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു ഇന്നൊരല്പം ആശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് ഇങ്ങനെ ഒരു പുകമഞ്ഞ് മൊത്തത്തിൽ പല മേഖലകളിലുമൊക്കെ തന്നെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഡൽഹിയിലൊക്കെ കഠിനമായിട്ടുള്ള തണുപ്പുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഹിമാചലിലൊക്കെ സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ്. പക്ഷേ അത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹിമാചൽ പ്രദേശിലൊക്കെ എത്തിയ, മണാലിയിലൊക്കെ എത്തിയുള്ള ടൂറിസ്റ്റുകൾ അവർ പറയുന്നത് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന തരത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു, അതിനിടയിലുണ്ടായ മഞ്ഞുവീഴ്ചയൊക്കെ വലിയ ബുദ്ധിമുട്ടിലാക്കിയെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ കേരളത്തിൽ നിന്നൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കൊരു ടൂറിസ്റ്റ് സമയം കൂടിയാണല്ലോ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പല മേഖലകളിലും പുകമഞ്ഞും ഒപ്പം തന്നെ കഠിനമായിട്ടുള്ള തണുപ്പും അതങ്ങനെ തുടരുക തന്നെയാണ്. ഹാഷ്മി, ഓക്കെ, താങ്ക് യു വിനിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.